എൻ്റെ പേര് AC മാത്യു. ഈ പുഷ്പൾ താമസിക്കുന്നത് പുഷ്പഗിരിയുടെ അടുത്ത് തന്നെയാണ്, ഒരു 2-1.5 കിലോമീറ്റർ ഉള്ളിൽ. അന്നേരം ഞാൻ ഈ സംവാദത്തിൻ്റെ ഒരു വരിക്കാരനാണ്. അന്നേരം ഇതൊക്കെ ഞാൻ വായിക്കും, മനസ്സിലാക്കും. ഖുറാൻ വായിച്ചിട്ടുണ്ട്, ഹദീസ് സഹീഹുൽ ബുഖാരി വായിച്ചിട്ടുണ്ട്, ഒക്കെ ശരി. ഇസ്ലാമിൻ്റെ പല രംഗത്തുമുള്ള മേന്മയെ ഞാൻ അംഗീകരിക്കുന്നു. ലോകത്തിലെ ഇന്നേ വരെ ഇൻ്റർപൊളേഷൻ ഇല്ലാത്ത ഒരേ ഒരു മതഗ്രന്ഥം ഖുറാനാണ്. ബൈബിള് ഞാൻ പറയാറുണ്ട്, ഞാൻ ജനിച്ചു വളർന്ന സമുദായത്തിലുള്ള ബൈബിള് 325 AD നിക്കിയ സിനോദോസിൽ വെച്ചാണ് ഇന്നത്തെ രൂപത്തിൽ വന്നത്. മാത്രവുമല്ല, അന്ന് ആ സമയമായപ്പോഴത്തേക്ക് ഒത്തിരി ഇൻ്റർപൊളേഷൻസ്, കൂട്ടിച്ചേർക്കലുകൾ അതിനകത്ത് വന്നു. എന്നിട്ട് നിക്കിയ സിനോദോസ് വെച്ചിട്ട് ഒത്തിരി ഗ്രന്ഥങ്ങളെ അത് അപ്പോക്രിഫ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി. എന്നിട്ടാണ് ബാക്കിയെ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആക്കിയിരിക്കുന്നത്. ഞാൻ മഹാഭാരതം വായിച്ചിട്ടുണ്ട്, രാമായണം വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. ഇൻ്റർപൊളേഷൻ ഇല്ലാത്ത ലോകത്തിലെ ഒരേ ഒരു മതഗ്രന്ഥം ഖുറാനാണ്. അതിൻ്റെ മഹത്വം അത് തന്നെയാണ്. മാത്രമല്ല, ഈ ലോകത്തിലെ സമഗ്രമായൊരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഒരു ശിശു ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നതും വരെയുള്ള സാമൂഹിക ജീവിതവും രാഷ്ട്ര ജീവിതവും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ മേന്മകൾ ഒത്തിരിയാണ്. എൻ്റെ ചോദ്യം, ഞാൻ ഒരു 11 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി ബന്ധപ്പെട്ട സംഘാടകരെ ഏൽപ്പിച്ചു. എല്ലാം ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ DTP ഒക്കെ എടുത്തിട്ടുണ്ട്. ചോദ്യം ഇതേ ഉള്ളൂ. ഒരു ചോദ്യം ഇതാണ്, ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ, ഞാൻ ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്, ഇപ്പോഴും ഞാൻ ഒരു വിദ്യാർത്ഥിയായിട്ട് അംഗീകരിക്കുന്നു. ദിവസം ഒരു 4-5 മണിക്കൂർ വായനയ്ക്ക് വേണ്ടി തന്നെ നീക്കി വയ്ക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കൊടിയ ഭക്ഷ്യക്ഷാമം വന്നിരുന്നു. ഖുറാനിലുണ്ട്, ബൈബിളിലുമുണ്ട്. നമ്മുടെ യൂസഫ് നബി ഉപ്പയും സഹോദരന്മാരെ എല്ലാം മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് കൊണ്ടുപോയത് തന്നെ ക്ഷാമത്തിൽ നിന്ന് നേരിടാൻ വേണ്ടിയാണ്. മഹാഭാരതത്തിലുണ്ട്, വിശ്വാമിത്ര മഹർഷി, ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ ഭക്ഷണക്ഷാമം വന്നപ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഒരു പറയക്കുടലിൽ കയറി ചീഞ്ഞ് നാറിയ പട്ടിയുടെ ഇറച്ചി തിന്നുന്ന ഒരു കഥ. ബ്രഹ്മർഷിയായ വിശ്വാമിത്രൻ, സസ്യഭക്ഷണം മാത്രം കഴിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാമിത്ര മഹർഷി. ഇവിടെ ശശി തരൂര് അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്, ദി ഡാർക്ക് ഏജ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 1943 വരെ 7 കൊടിയ ഭക്ഷ്യക്ഷാമങ്ങളുണ്ടായി. എൻ്റെ ചോദ്യം ഇതാണ്, ഇതുപോലെ തന്നെയാണ് പകർച്ചവ്യാധികൾ, പ്ലേഗ്, ബ്ലാക്ക് ഡെത്ത്, യൂറോപ്പിലൊക്കെ ജനസംഖ്യയിൽ 1/3 നശിച്ചു പോയ ബ്ലാക്ക് ഡെത്ത്, വസൂരി, ഈ മഹാമാരികളെ നേരിടുന്നതിൽ സയൻസ് അല്ലേ നേതൃത്വം വഹിച്ചത്? മതങ്ങളുടെ പങ്കെന്തായിരുന്നു? ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ബഹുമാനപ്പെട്ട മാത്യു സാർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള അദ്ദേഹം ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം, ലോകത്തെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിൽ ഇപ്പോൾ പകർച്ചവ്യാധിയാണെങ്കിലും ക്ഷാമമാണെങ്കിലുമെല്ലാം അതിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തിയത് ശാസ്ത്രമല്ലേ, മതമല്ലല്ലോ എന്ന്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ബഹുമാന്യനായ സാർ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ശാസ്ത്രം മനുഷ്യൻ്റെ കയ്യിലുള്ള ശാസ്ത്രീയമായ പഠനങ്ങളും അറിവും തീർച്ചയായും മനുഷ്യരുടെ കയ്യിൽ അത് മനുഷ്യർക്ക് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുമ്പോൾ ഇതേപോലെയുള്ള പല നന്മകളും മനുഷ്യർക്കുണ്ടാകുന്നു. ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമല്ല, ഒരു ഫാക്കൽറ്റിയാണ്. ശാസ്ത്രം ഒരു ഫാക്കൽറ്റിയാണ്, ഒരു പ്രത്യയശാസ്ത്രമല്ല. പക്ഷേ ഒരു ഫാക്കൽറ്റി, ഒരു രീതിശാസ്ത്രം, അങ്ങനെ പറയാം, ഒരു രീതിശാസ്ത്രം അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് മനുഷ്യർക്ക് നന്മയും തിന്മയുമായി ഭവിക്കുക. ഈ ഭക്ഷ്യക്ഷാമം തീർച്ചയായും ആധുനിക കാലഘട്ടത്തിലുണ്ടായ ഭക്ഷ്യക്ഷാമങ്ങളുടെ കുറിച്ചുള്ള പഠനങ്ങൾ, ആ ഭക്ഷ്യക്ഷാമങ്ങളിൽ ചിലതെങ്കിലും
മനുഷ്യനിർമ്മിതമായിരുന്നു എന്നുള്ള വസ്തുത സാറ് പഠിച്ചിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അമർത്യ സെന്ന് തൻ്റെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യയിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ മനുഷ്യന്മാർ സൃഷ്ടിച്ച ഭക്ഷ്യക്ഷാമം, അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം സ്വാഭാവികമായി രാഷ്ട്രീയമായ പ്രശ്നങ്ങളും രാഷ്ട്രീയമായ തമ്മിലടിയും. അതേപോലെ തന്നെ ഇപ്പോഴും ആധുനിക കാലഘട്ടത്തിലും ഉണ്ടായ ചില സാമ്പത്തിക പ്രതിസന്ധികൾ നമുക്കറിയാം. ഇപ്പോൾ അടുത്തും ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി ലോകവ്യാപകമായി. എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത്? ഈ സാമ്പത്തിക ക്രമത്തിൽ പ്രത്യയശാസ്ത്രങ്ങൾ കൈകടത്തുകയും അതോടൊപ്പം തന്നെ ആ പ്രത്യയശാസ്ത്രങ്ങളുടെ ഫലമായി ചില സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിക്കുകയും അവരുടേതായ ചില സാമ്പത്തിക സിദ്ധാന്തങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ സ്വാഭാവികമായ പരിണിതിയാണത്. ഞാൻ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രമെന്ന എക്കണോമിക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രമെന്ന ശാസ്ത്രം ഒരു ഫാക്കൽറ്റിയാണ്. അത് നന്മക്കും തിന്മക്കും ഉപയോഗപ്പെടുത്താമെന്നാണ് ശാസ്ത്രം തന്നെ. ഇപ്പം നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധം ഇത്ര ഭീകരമായത് എന്തുകൊണ്ടാണ്? ഹിരോഷിമ നാഗസാക്കികളിൽ 2ാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ബോംബ് വർഷിച്ചത് കൊണ്ട്, ഹൈഡ്രജൻ ബോംബ് വർഷിച്ചത് കൊണ്ടാണ് അത് ഭീകരമായ അന്ത്യത്തിലേക്ക് പോയത്. ഈ ഹൈഡ്രജൻ ബോംബ്, അതിൻ്റെ പിന്നിലുള്ള സിദ്ധാന്തം എന്താണ്? E=mc² എന്ന വളരെ ശുദ്ധമായ ഐൻസ്റ്റൈൻ പറഞ്ഞ മാറ്ററിനെ എനർജിയും എനർജിയെ മാറ്ററുമാക്കി മാറ്റാമെന്ന, ദ്രവ്യത്തെ ഊർജവും ഊർജത്തെ ദ്രവ്യവുമാക്കി മാറ്റാമെന്ന സിദ്ധാന്തം, മനുഷ്യ സമൂഹത്തിന് ഒരുപാട് നന്മ നൽകുന്ന സിദ്ധാന്തം, അത് തന്നെ മനുഷ്യന് വിരുദ്ധമായി പ്രയോഗിക്കപ്പെട്ടു. പലപ്പോഴും അങ്ങനെയുണ്ടാകുന്നു. എയ്ഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എയ്ഡ്സിനെ കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ ഡോക്ടർ ലില്ലി സീഗളിന്റെ ദ ഒറിജിൻ ഓഫ് എയ്ഡ്സ് എന്ന പുസ്തകം സാറൊന്ന് വായിച്ചു നോക്കുക. എയ്ഡ്സിനെ കുറിച്ച് പുതിയ പഠനങ്ങളിൽ ചിലത് മനസ്സിലാക്കി തരുന്നത് ജനിതകമായി ഒരു ബയോളജിക്കൽ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാമ്രാജ്യത്വത്തിന്റെ പരിശ്രമം. നമുക്കറിയാലോ, ജീനോം മാപ്പിംഗ് നടന്നു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഒരു പ്രത്യേക പ്രദേശത്തിലുള്ള മനുഷ്യന്മാരെ മാത്രം നശിപ്പിക്കുവാൻ വേണ്ട രൂപത്തിൽ ഉള്ള ജനിതകമായ ഒരു മാറ്റം വരുത്തിയിട്ട് ഉള്ള ഒരു ബയോളജിക്കൽ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് എയ്ഡ്സ് അണു ഉണ്ടായത് എന്നും, ഫോർട്രെട്രിക് തടവറയിൽ ജീവിക്കുന്ന ചില കുറ്റവാളികളുടെ മേലെ അത് പരീക്ഷണാർത്ഥം കുത്തിവെച്ചതാണ് എന്നും, ആ കുറ്റവാളികൾ രോഗലക്ഷണമൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ അവരെ പുറത്ത് വിടുകയാണ് ചെയ്തത് എന്നും, ആ രോഗലക്ഷണം കാണിക്കാതെ ഉറങ്ങിക്കിടന്ന ഈ അണു പുറത്തു പോയിട്ടാണ് അത് പിന്നെ എയ്ഡ്സ് അവരുടെ അധോലോകത്ത് സ്വവർഗ കാമികളായ അവർ, അധാർമിക ജീവിതം നയിക്കുന്ന അവരുടെ ജീവിതം വഴി ജനങ്ങൾക്കിടയിലേക്ക് പരത്തുകയാണ് ചെയ്തത് എന്നുമെല്ലാമാണ് തെളിവുകൾ വെച്ചുകൊണ്ട് ഇദ്ദേഹം വാദിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് സയൻസ് എന്നത് ആസ് ഇറ്റ് ഈസ് നന്മയും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്, തിന്മയും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. സയൻസ് മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ മാത്രമായ ഒരു പഠനമല്ല, മറിച്ച് സയൻസ് ത്യാഗപൂർണമായി മനുഷ്യർ വളർത്തിക്കൊണ്ടുവന്ന പ്രപഞ്ചത്തെ, പ്രകൃതിയെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫാക്കൽറ്റിയാണ്, ഒരു രീതിയാണ്. ആ രീതിയിൽ നമുക്കറിയാവുന്നതാണ്, മാഷിയുടെ ചോദ്യങ്ങൾ ഞാൻ പരിശോധിച്ചു, മാഷിക്ക് തന്നെ അറിയാവുന്നതാണ്, ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ത്യാഗം ആവശ്യമുള്ളൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ശാസ്ത്രം എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന കാലമാണ്. ഒരു ശാസ്ത്രജ്ഞനായി കഴിഞ്ഞാൽ അയാൾക്ക് അംഗീകാരമുണ്ട്, സമ്പത്തുണ്ട്, സാധ്യതകളുണ്ട്. അങ്ങനെയായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. ശാസ്ത്രം എന്നുള്ളത് അംഗീകാരം ലഭിക്കുന്ന, സാമ്പത്തികമായി ഗുണം ലഭിക്കുന്ന ഒന്നും ആയിരുന്നില്ല. അക്കാലത്ത് പ്രപഞ്ച പഠനം നടത്തി പടച്ചവനെ അറിഞ്ഞാരാധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രപഞ്ച പഠനം നടത്തിയ ആളുകൾ, അവരാണ് ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനങ്ങൾ രൂപീകരിച്ചു കൊണ്ടുവന്നത്. ഏത് ശാസ്ത്ര ശാഖയെടുത്താലും സാറിന് പരിചയമുള്ളതുപോലെ അതിൻ്റെ പിതാക്കളുടെ പേരുകളിൽ നമുക്ക് ഒരു അറബി പേര് കാണാൻ കഴിയും.
അവരെങ്ങനെ അത് വളർത്തിക്കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന്, എന്തിനു വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ള ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണുള്ളത്. ഒന്ന്, അവർക്ക് അള്ളാഹുവിനെ പടച്ചവനെ അറിഞ്ഞാരാധിക്കുവാൻ വേണ്ടി എന്നാണ്. കാരണം പ്രകൃതി പ്രതിഭാസങ്ങളിലെ സങ്കീർണതകളും കൃത്യതയും സൂക്ഷ്മതയും കാണുമ്പോൾ ആരും പറഞ്ഞു പോകും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ, പടച്ചോനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന്. അതൊരു വല്ലാത്ത അനുഭവമാണ്. ആ അനുഭവം ആധുനിക കാലഘട്ടത്തിൽ ഫ്രാൻസിസ് കോളിൻസ് അദ്ദേഹത്തിൻ്റെ ദ സിഗ്നേച്ചർ ഇൻ ദ സെൽ എന്ന പുസ്തകത്തിൽ, ദ ലാംഗ്വേജ് ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ ജനിതക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അനുഭവത്തിനാണ് ഒന്ന് അവർ ചെയ്തത്. രണ്ടാമത്തത് എന്തിനാ ചെയ്തത്? രണ്ടാമത്തത് അവർ ചെയ്തത്, അവർ പഠിപ്പിക്കപ്പെട്ടത് ഇർഹമു മംഫിൽ അർളി ഇർഹമുക്കും മംഫിസ് സമാ എന്നാണ്. പടച്ചവന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കണമോ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം. അപ്പോൾ ഭൂമിയിലുള്ള മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നതിന് വേണ്ടി എങ്ങനെ അറിവിനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള പഠനത്തിൽ നിന്നാണ് ഈ ശാസ്ത്രമെല്ലാം അടിസ്ഥാനപരമായി ഉണ്ടായി വന്നത്. ആധുനിക കാലഘട്ടത്തിൽ മുതലാളിത്തത്തിൻ്റെ ഒരു യൂട്ടിലിറ്റേറിയൻ തിയറി വന്നതിന് ശേഷം ശാസ്ത്രത്തെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എങ്ങനെ കഴിയുമെന്ന് പഠിച്ചപ്പോൾ അത് സ്വാഭാവികമായും പാശ്ചാത്യരുടെ കൈകളിലേക്ക് പോയി എന്നുള്ളത് സത്യം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ അടിസ്ഥാനപരമായി സയൻസ് എന്നത് ആസ് ഇറ്റ് ഈസ് നന്മയും തിന്മയുമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അവിടെ ശാസ്ത്രത്തിനോട് നന്മക്ക് വേണ്ടിയാകണം നീ, ശാസ്ത്രം നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് പഠിപ്പിക്കാൻ, അവിടെയാണ് ധാർമ്മികത ആവശ്യമായി വരുന്നത്. അവിടെയാണ് മതം കടന്നു വരുന്നത്. മതവിശ്വാസികൾ ശാസ്ത്രത്തെ വളർത്തിയത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. പക്ഷെ മതം എപ്പോഴും കടന്നു വരുന്നത് ജനിതക പഠനങ്ങൾ നടത്തുന്ന, ജനിതക ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞൻ ഒരു സമൂഹത്തെ തകർക്കുവാൻ ആവശ്യമായ ബോംബുണ്ടാക്കുവാൻ വേണ്ടിയാണ് അയാളോട് രാജ്യം ആവശ്യപ്പെടുന്നതെങ്കിൽ, ഇത് നടത്താൻ പാടില്ലേ, പാടുണ്ടോ എന്ന ചോദ്യത്തിന് അയാൾക്ക് സ്ഥാനം വെച്ചുകൊണ്ട്, അയാൾക്ക് ലഭിക്കാൻ പോകുന്ന അംഗീകാരം വെച്ചുകൊണ്ട്, അയാൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സാമ്പത്തിക സൗകര്യം വെച്ചുകൊണ്ട് അയാൾ ചിന്തിക്കുമ്പോൾ അത് നടത്തണം എന്നേ അയാൾക്ക് ഉത്തരം കിട്ടൂ. പക്ഷെ അയാളുടെ കൈ പിടിക്കാൻ കഴിയണം. ഇതെല്ലാം നടത്തി നീ സാമ്പത്തും അംഗീകാരമെല്ലാം കിട്ടി നീ ജീവിക്കുക 80 കൊല്ലക്കാലപാട്, അതിനുശേഷം നിനക്ക് പോകാനുണ്ടൊരു സ്ഥലത്ത്, അവിടെ ചോദ്യം ചെയ്യാനുണ്ട്. നിന്റെ ഈ കൈയിൻ്റെ പ്രവർത്തനം കൊണ്ട് എത്രയായിരം മനുഷ്യരാണോ മരിച്ചു വീണത്, അവരുടെ മുഴുവനും മരണവേദന നിനക്ക് അനുഭവിപ്പിക്കുവാൻ കഴിയുന്ന പടച്ചവന്റെ കോടതിയിലൂടെ നീ കടന്നു പോകേണ്ടതുണ്ട് എന്ന ബോധമുണ്ടാകുമ്പോഴേ ആ കൈപിടിക്കൽ നടക്കും. അവിടെയാണ് മതം കടന്നു വരുന്നത്. ആ മതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ദൗത്യമത. എന്നാൽ മതം ആ ദൗത്യത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ശാസ്ത്രീയമായ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, അതൊരു ഫാക്കൽറ്റി മാത്രമാണ്. ആ ഫാക്കൽറ്റിയെ നന്മക്കും തിന്മക്കും വേണ്ടി ഉപയോഗിക്കാം. നന്മക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടണമെങ്കിൽ മതം അനിവാര്യമാണ്, ദൈവിക മാർഗനിർദ്ദേശം അനിവാര്യമാണ്. പണ്ഡിതനായ അങ്ങേ ഈ പുസ്തകത്താളുകളിലൊക്കെ കാണുന്ന അങ്ങേ ഇവിടെ കിട്ടുന്നതുകൊണ്ട് അങ്ങേ ചൂഷണം ചെയ്യാണ്. ഞാൻ 2 ചോദ്യം കൂടെ ചോദിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം, 1000 വർഷം ലോകത്ത് വിജ്ഞാനത്തിൻ്റെ കിടാവൾക്ക് സൂക്ഷിച്ചത് ഇസ്ലാമിക ലോകമാണ്. 17-ാം നൂറ്റാണ്ടിൽ ന്യൂട്ടൺ കണ്ടെത്തിയ പ്രകാശ സിദ്ധാന്തങ്ങൾ 700 വർഷം മുമ്പ് അൽ ഖൈദം 1015 AD അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ 1000-ാം വാർഷികം 2015 യുനെസ്കോ കൊണ്ടാടുകയും ചെയ്തു ലോകം മുഴുവൻ. അൽജിബ്ര എന്നുള്ള വാക്ക് വന്നത് അൽ ഖരിസ്മിയിൽ നിന്നാണ്, അൽജബർ എന്നുള്ള പുസ്തകത്തിൽ നിന്ന്. അങ്ങനെ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്തുണ്ട്. ചോദ്യം ഇതാണ്, കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ ഇത്രയും പൗരാണിക പാരമ്പര്യമുള്ള ഇസ്ലാമിക ലോകത്തു നിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ എന്തുകൊണ്ടൊരു മഹാപ്രതിഭ ഉയർന്നു വന്നില്ല? നോബൽ സമ്മാനത്തിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 100 വർഷം കഴിഞ്ഞു. 100 വർഷത്തിനുള്ളിൽ നോബൽ സമ്മാനം കിട്ടിയതിൽ ഇസ്ലാമിക ലോകത്തു നിന്നുള്ള എത്ര സയൻറ്റിസ്റ്റുകളുണ്ട്? ബഹുമാനായ സാറ് ചോദിച്ച് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ അത് ഇങ്ങോട്ടല്ല ചോദിക്കേണ്ടത്, അങ്ങോട്ടാണ്. സാർ ഇവിടെ കയറിന്നിട്ട് ഇവരോടാ ചോദിക്കേണ്ടത്, എന്തേ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാവാത്തത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അതിന് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ പ്രപഞ്ച പഠനത്തിന് ഒരുപാട് പ്രോത്സാഹനം നൽകുകയും
ആ പ്രപഞ്ച പഠനത്തിലൂടെ നിങ്ങൾക്ക് പടച്ചവൻ അറിഞ്ഞാരാധിക്കാൻ കഴിയുമെന്ന് പ്രചോദിപ്പിക്കുകയും ചെയ്തു. അതാണ് ഖുർആന്റെ സംഭാവന കേട്ടോ. നമ്മൾ മനസ്സിലാക്കണം, ഖുർആന്റെ ആ രംഗത്തുള്ള ഏറ്റവും വലിയ സംഭാവന അതാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകളുടെ മാറി മാറിയുള്ള വരവിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ചിന്തിക്കുന്നവരാരാ? ചിന്തിക്കുന്നവർ നിന്നും കിടന്നും ഇരുന്നും അള്ളാഹുവിനെ അറിയും, അള്ളാഹുവിനെ ദിക്റ് ചൊല്ലും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ല, അള്ളാഹുവിനെ ഉൾക്കൊണ്ടും കാണും, മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചത്തിൽ ഓരോ പഠനം നടത്തുമ്പോഴും ഓരോന്ന് നോക്കുമ്പോഴും ഓരോന്ന് ശ്രദ്ധിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഓരോ പ്രതിഭാസത്തെ കുറിച്ച് പഠിക്കുമ്പോഴും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിൽ എന്ന് പറഞ്ഞു പോകും. പരിണാമവാദികൾ അവസാനം DNA-യിൽ എത്തുമ്പോൾ കഴിയണില്ല. ഒരുപാട് വിശദീകരണം നടത്തി നോക്കി, പക്ഷെ DNA-യിൽ എത്തുന്നതോടുകൂടി, ജീനുകളിൽ എത്തുന്നതോടുകൂടി കഴിയണില്ല, വേർക്കാണ്. കാരണം പറ്റണില്ല. അത്രയും സങ്കീർണമായ, അത്രയും വളരെ സൂക്ഷ്മമായ, വളരെ വ്യക്തമായ ആസൂത്രണത്തിലൂടെ അല്ലാതെ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്ത, അതാണ് നേരത്തെ പറഞ്ഞ ആന്റണി ഫ്ലൂ അവസാനം പറഞ്ഞത്. ഞാൻ ഭൗതിക ശാസ്ത്രം വെച്ച് ഒരുപാട് അടിച്ചു നോക്കി, പക്ഷേ DNA-യിൽ എത്തിയതോടുകൂടി എൻ്റെ എല്ലാ വെള്ളവും വറ്റിയെന്നുണ്ട്. കാരണം ഒരു രക്ഷയില്ല. DNA-യുടെ ഘടന വാട്സണും ക്രിക്കും കണ്ടുപിടിച്ചതിന് ശേഷം, DNA സീക്വൻസിങ് നടന്നതിന് ശേഷം, ജനിതകമായ ജീനുകളെ പഠിച്ചതിന് ശേഷം, ആ ജീനുകളിൽ നമ്മളെ ശരീരത്തിൽ ഓരോ കോശത്തിൽ, ഒരു കോശം എന്ന് പറഞ്ഞാൽ എത്രയാ, ആ കോശത്തിലുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ എഴുതിയാൽ 50 പേജുള്ള അല്ല 500 പേജുള്ള ഓരോ പുസ്തകമാക്കിയ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ ഇതാക്കിയാൽ ഇവിടുന്ന് സൂര്യനിലേക്ക് അത്ര പുസ്തകം അങ്ങനെ അട്ടിയേക്കേണ്ടി വരും എന്നാ പറയണേ. അത്രയും സംഗതി ഒരു കോശത്തിലാണ്. ഇത് എങ്ങനെ എന്ന് മനസ്സിലാവണില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പഠനങ്ങൾ പരിശുദ്ധ ഖുർആൻ പ്രചോദിപ്പിച്ചത് എന്തിനാ? അതറിയുമ്പോൾ ആരാധനകൾ, ആ ആരാധനകൾക്ക് വല്ലാത്തൊരു ജീവൻ ഉണ്ടാകും. പടച്ചവൻ അറിഞ്ഞ് ആരാധിക്കാന്നാണ്. അതാ ആ ജീവൻ ഒരു സ്ഥലത്ത്. അതോടൊപ്പം തന്നെ മനുഷ്യരെ, ഞാൻ സൂചിപ്പിച്ചു, മനുഷ്യരെ സേവിക്കുക. ഇതിനു വേണ്ടി നേരത്തെ പറഞ്ഞ ഖവാരിസ്മി ആണെങ്കിലും അതേപോലെ തന്നെ ഇബ്നു സീനയാണെങ്കിലും ഇബ്നു റുഷ്ദ് ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് ആളുകൾ സൂചിപ്പിച്ചതുപോലെ ത്യാഗം ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ശാസ്ത്രത്തിലെ ഓരോ ശാഖകളും വളർത്തിക്കൊണ്ടുവരുവാൻ ഒരുപാട് ത്യാഗവും ബലിയും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് അത് വളർത്തുക എന്ന വലിയ ദൗത്യമാണ് ബഹുമാനനായ സാർ ഇവിടെ സൂചിപ്പിച്ച മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ ചെയ്തത്. അവരിൽ നിന്ന് ആണ് സത്യത്തിൽ യൂറോപ്പിലേക്ക് സയൻസ് കയറി വരുന്നത്. കെപ്ലർ ആണല്ലോ ആധുനിക ശാസ്ത്രത്തിന്റെ, ആധുനിക പ്രപഞ്ച സങ്കല്പത്തെ തിരുത്തിയ ആളായിട്ട് അറിയപ്പെടുന്നത്. ജോഹന്നാസ് കെപ്ലർ അദ്ദേഹത്തിൻ്റെ പുതിയ പ്രപഞ്ച സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ കെപ്ലർ 41 തവണ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ഉദ്ധരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് നെറ്റ് നോക്കിയിട്ട് ഗൂഗിൾ ചെയ്തിട്ട് എടുത്തുകൊണ്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യണ മാതിരിയല്ല. അറേബ്യയിലുള്ള 41 അറേബ്യയിലുള്ള മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ യൂറോപ്പിലുള്ള കെപ്ലർ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവർ അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. അതായിരുന്നു അവസ്ഥ. പക്ഷേ പിന്നെ മാഷ് പറഞ്ഞ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. എന്താണ് സംഭവിച്ചത്? ഒന്നാമത്, ആധുനിക കാലഘട്ടം ആരംഭിക്കുന്നത് കോളനിവൽക്കരണത്തോടു കൂടിയാണ്. കോളനിവൽക്കരണത്തിൽ ഇതേപോലെ തന്നെ അറബ് നാടുകളിലുള്ള മറ്റ് സ്ഥലങ്ങൾ, ഇന്ത്യയെ പോലുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ അറിവുകൾ കൊണ്ടുപോയി വരും യൂറോപ്യന്മാർ. എന്നിട്ട് ആ അറിവിനെ അവരുടെ ഭാഷയിൽ അത് എന്തായിരുന്നു, എങ്ങനെയാണ് അത് ചൂഷണത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് യൂറോപ്പിന്റെ മനസ്സ്. നമ്മളെ ശാസ്ത്രം പറയുമല്ലോ,
ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഇപ്പോൾ ന്യൂട്ടനെ പറ്റി നമ്മൾ പറയും. ന്യൂട്ടൺ, നമുക്ക് ആകെ ന്യൂട്ടനെ പറ്റി പറയുമ്പോൾ ആകെ മനസ്സിലേക്ക് ഓർമ്മ വരണം എന്താ? ഗുരുത്വാകർഷണ സിദ്ധാന്തം, തലയിലേക്ക് ആപ്പിൾ വീണ സംഗതിയല്ല. പക്ഷെ നമ്മൾ അറിയണം, ന്യൂട്ടൺ തൻ്റെ ഗവേഷണങ്ങൾ നടത്തിയത് മിക്കതും ഫിലോസഫേഴ്സ് സ്റ്റോൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ്. എന്താ ഫിലോസഫേഴ്സ് സ്റ്റോൺ? അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചു ഒരു കല്ലുണ്ട്, ആ കല്ല് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കല്ല് ഏത് ലോഹവുമായും കൂട്ടി വരുത്തിയാൽ ആ ലോഹം സ്വർണ്ണമായി മാറും. അപ്പൊ ആ ലോഹം കണ്ടുപിടിക്കാൻ വേണ്ടി, ആ കല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നാണ് അവർ വിളിച്ചത്. അതിന് അന്ന് ഫിലോസഫിയാണല്ലോ, സയൻസ് ഇല്ലല്ലോ, ഫിലോസഫിയാണ് അന്ന് ശാസ്ത്രത്തിന് പറഞ്ഞത്, നാച്ചുറൽ ഫിലോസഫി. അപ്പൊ ഫിലോസഫേഴ്സ് സ്റ്റോൺ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ന്യൂട്ടൺ ഗവേഷണം നടത്തിയത്. ഞാൻ സൂചിപ്പിക്കുന്നത് അവരുടെ എല്ലാം ഗവേഷണങ്ങളുടെ പിന്നിൽ ഇത്തരം ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഭൗതിക ലക്ഷ്യങ്ങൾ, സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ, തങ്ങൾക്ക് ചൂഷണം ചെയ്യണം, പണക്കാരാകണം എന്നുള്ള ലക്ഷ്യം. അതിന് പുതിയ കാലഘട്ടത്തിൽ ജോൺ സ്റ്റുവാർട്ട് മില്ലിന്റെ യൂട്ടിലിറ്റേറിയൻ മുതലാളിത്തത്തിന്റെ അടിസ്ഥാന സങ്കല്പം അതാണ്. യൂട്ടിലിറ്റേറിയൻ സങ്കല്പങ്ങൾ അതിന് ഉപോത്ബലകമായി വരികയും ചെയ്തു. ഞാൻ പറയുന്നത്, യൂറോപ്പ് ശാസ്ത്രം ഏറ്റെടുക്കുന്നതോടുകൂടി ശാസ്ത്രത്തിന്റെ നല്ല കാലം തുടങ്ങി. അതെന്താണ്? ശാസ്ത്രം ഒരുപാട് കൊയ്ത്ത് നടത്താൻ കഴിയുന്ന, ശാസ്ത്രം ഒരുപാട് സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന, ശാസ്ത്രം ഒരുപാട് അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാധനമായി മാറി. അതോടുകൂടി യൂട്ടിലിറ്റേറിയൻ ലോകത്ത് ശാസ്ത്രത്തിന്റെ വളർച്ച ശക്തമായി ഉണ്ടായി. അതേസമയം മുസ്ലിം ലോകത്ത് നേരത്തെ എൻ്റെ സാറ് സൂചിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, തെറ്റുപറ്റാത്ത, കൈകടത്തലുകളില്ലാത്ത, ലോകത്തിന് വെളിച്ചമായി നിൽക്കേണ്ട ഖുർആൻ, ആ ഖുർആന്റെ സന്ദേശത്തിന് പകരം, ഖുർആനിന്റെ വെളിച്ചത്തിന് പകരം മുസ്ലിം സമൂഹം സ്വീകരിച്ച വെളിച്ചം മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുമായി പോയി. ചർച്ച ആവശ്യമില്ലാത്ത വിഷയങ്ങളിലായി മുസ്ലിം പണ്ഡിതന്മാരുടെ ചർച്ച. യൂറോപ്പ് ശാസ്ത്രരംഗത്ത് തുടങ്ങിയപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ തുടങ്ങിയത് എന്താണ്? മുസ്ലിം പണ്ഡിതന്മാർ തുടങ്ങിയത് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ, പരിശുദ്ധ ഖുർആൻ പോലും മുത്തശാബിഹ് എന്ന് പറഞ്ഞ, സദൃശ്യം എന്ന് പറഞ്ഞ, മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യബുദ്ധി ചെന്നെത്തേണ്ടതില്ലാത്ത മനുഷ്യബുദ്ധിയുടെ പുറത്തുള്ള വിഷയങ്ങളെ കുറിച്ചായി ചർച്ച. അങ്ങനത്തെ ചർച്ച, ഒരു കാര്യമില്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത ചർച്ച. ആ ചർച്ചകളിലായി മുസ്ലിം തലച്ചോറിന്റെ വ്യാപനം. അതേസമയം യൂറോപ്പിന്റെ യൂട്ടിലിറ്റേറിയനിസവുമായി യൂറോപ്പ് എന്തുണ്ടാക്കി? ശാസ്ത്രത്തെ നന്നായി ഉപയോഗപ്പെടുത്തി വളർന്നു വന്നു. അതാണ് സംഭവിച്ചത്, അതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചവൻ അറിഞ്ഞാരാധിക്കുന്നതിന് വേണ്ടി സയൻസിനെ ഉപയോഗപ്പെടുത്താകുന്ന ഒരു തലത്തിലേക്ക് മുസ്ലിം ലോകം കടന്നു വന്നാൽ തീർച്ചയായും സംഗതി മാറും. പക്ഷേ അതിന് ഉള്ള ഗവേഷണങ്ങൾ നടക്കണമെങ്കിൽ ആ രൂപത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചോദ്യം നിങ്ങളോടാണ്, എന്നോടുമാണ്. ഞാൻ അവിടെ വന്നിരിക്കാൻ സാറ് ചോദിക്കുമ്പോൾ അത്രേ ഉള്ളൂ. എന്നോടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരോടുമാണ്. നമ്മുടെ പുതിയ തലമുറയെയെങ്കിലും വളർത്തിയെടുക്കുന്നതിൽ ഈ നിരീക്ഷണ പാഠവും, ഈ പഠന പാഠവും, ഈ ഗവേഷണ പാഠവും, ഈ അറിവന്വേഷിച്ചുകൊണ്ടുള്ള സംപ്രേഷണം, അതിന് എത്രത്തോളം കഴിയുന്നു? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോൾ നമ്മൾ അങ്ങനൊന്നും പറയണ്ട. ആകെ നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരാതന സംസ്കാരം പറയുന്ന നാടല്ലേ, ഒരുപാട് ശാസ്ത്രം പറയുന്ന നാടല്ലേ. ഇന്ത്യക്ക് എത്ര ആളാണ് നോബൽ സമ്മാനത്തിനുള്ളത്? ഇങ്ങനെ അങ്ങോട്ട് എണ്ണാൻ പറ്റുമല്ല, ഇല്ലല്ലോ. ലോകത്ത് ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന ഇന്ത്യ രാജ്യത്തിന് നൊബേൽ സമ്മാനം എത്ര ആളാ? വേണ്ട. ലോകത്ത് ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന ചൈനക്ക് എത്ര ആളാ? ഇല്ല, വിരലെണ്ണാവുന്നതേ ഉള്ളൂ. അത് എന്താണ്? നമുക്കെല്ലാം സംഭവിച്ച ഒരു അടിസ്ഥാനപരമായ പിഴവ്. പുതിയ കാലത്തിന്റെ ഗവേഷണാത്മകതയുടെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പ്രശ്നങ്ങളുണ്ട്. അവിടെയെല്ലാം തിരുത്തുകൾ ആവശ്യമുണ്ട്. അത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ മൂന്നാം ലോകത്തിന്റെ തന്നെ വലിയ പ്രശ്നമാണ്. അവിടെ ഒരുപാട് പണിയെടുക്കാനുണ്ട്. നമുക്ക് ഒരുമിച്ച് പണിയെടുക്കാം എന്ന് മാത്രമേ ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ.